കയറിപ്പോകുന്നത്. ദുബായി കയറിപ്പോയിട്ട് അവിടെ ഈ പറഞ്ഞ കൊളാവെന്ന് പറഞ്ഞിട്ട് ചേട്ടാ ശരിക്കും പറഞ്ഞാൽ രേണുസുതിയെ പോലെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. രേണുസുതിയെ പോലെ ഞാൻ ബാറുകളിൽ പോയിരിക്കുക. ഞാൻ 3 മാസം മുമ്പ് എന്നെ ടെൻഷൻ എടുപ്പിച്ച് അത് വെച്ചിട്ട് എന്നെ ബാർഗെയിൻ ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ സജിന നൂറിനില്ലേ ഭയങ്കര ബുദ്ധിയാണ്, പക്ഷെ കുരുട്ടാണെന്നേ ഉള്ളൂ. അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്നല്ലേ, അവളെക്കാളും കുരുട്ട് ബുദ്ധിയാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായതാണ്, കണക്റ്റായി സംഭവം. ഈ സജിന ആദ്യം വന്നിട്ട് ഫിറോസിനെ പറ്റിയിട്ടൊക്കെ കുറെ വാരി വെതറി, ഫിറോസ് മറ്റാണ് മറിച്ചാണ് തേങ്ങയാണ് കൊലയാണെന്ന്. അങ്ങനെ ഫിറോസ് ഒന്നും മിണ്ടാതിരുന്നിട്ട് അവസാനം കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞിട്ട് പൂക്കുട്ടിയുടെ വിഷയം അടക്കം എടുത്ത് സകലമാന സജിനയുടെ ഉടായിപ്പം നാട്ടുകാരെ മുന്നിൽ എക്സ്പോസ് ചെയ്ത് പൊളിച്ചടിക്ക് അണ്ണാക്കിൽ അടിച്ചു കൊടുത്തു. മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി. മിണ്ടി തീർന്ന് ആ സെറ്റപ്പിലോട്ട് കൊണ്ടെത്തിച്ച്. അപ്പൊ സജിനയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മൊത്തം ചളവായി കുളവായി. ഇനിയിപ്പോൾ എങ്ങനെ എന്നെ സ്വയം ഞാൻ വെളുപ്പിക്കും, എന്നെ ഞാൻ തന്നെ വെളുപ്പിച്ച് എങ്ങനെ നാട്ടുകാരിലേക്ക് എത്തിക്കും എന്നൊക്കെയുള്ള ആകെ മൊത്തം ഡൗട്ടിലിരിക്കുകയാണ്. ഡൗട്ടിലിരിക്കുന്ന സമയത്താണ് സജിന ഇപ്പോൾ പലരെയും പിടിച്ച് പല കേസുകൾ, ദുബായ് കേസ്, ഡ്രഗ് കേസ്, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം തിരിഞ്ഞ് മറ്റുള്ളവരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ നാടകങ്ങൾ കളിക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഉള്ളതാവാം ഇല്ലാത്തതാവാം, നമുക്കറിയത്തില്ല. സജിന കൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഫിറോസ് അങ്ങനെയല്ല, തെളിവ് സഹിതം എടുത്ത് അടിച്ചങ്ങ് നിരത്തി തന്നായിരുന്നു, അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയായിരുന്നു. ഓക്കെ, അതായിരുന്നു സിറ്റുവേഷൻ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ പൂക്കുട്ടിയെ അടക്കം ഭീഷണിപ്പെടുത്തിയത്, ഇനി പൂക്കുട്ടി 10-40 ലക്ഷത്തോളം രൂപ കൊടുത്ത് ഡയമണ്ട് അടക്കം കൊടുത്തത് എല്ലാം എക്സ്പോസ് മറ്റേ വയറിളക്കം വന്നിട്ട് ഒറ്റ ഷോട്ടിൽ പോയത് പോലത്തെ പോക്കാണ് സജിന പോയത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കെ ഇപ്പോൾ സജിന ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഓരോ ചാനലുകളിൽ പോയി ഇന്റർവ്യൂ എടുക്കും. എന്നിട്ട് ദിയാസന ഡ്രഗാണ് മറ്റതാണ്. നമുക്കറിയത്തില്ല ഇനിയിപ്പോൾ ദിയാസന അതാണോ അല്ലയോ എനിക്കറിയത്തില്ല. ഞാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നമുക്ക് പോട്ടെ, എന്തിനാട്ടെ ആ ഒരു സെറ്റപ്പ്. ഇനി അതല്ല എന്ന് തെളിയിക്കേണ്ടത് ദിയാസനയാണ്, അതാണെന്ന് തെളിയിക്കേണ്ടത് സജിനയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണെങ്കിൽ അത് തമ്മിൽ അടിച്ച് തീർക്കേണ്ടത്. പക്ഷേ ഈ വിഷയങ്ങളെല്ലാം ട്രാക്ക് മാറ്റി വിടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ലഹരി കേസ് എന്തിന് രേണുവിനെ വരെ പിടിച്ചിട്ട്, രേണു ദുബായ് ബാറുകളിൽ പോകുന്ന കഥകളടക്കം പിടിച്ച് ഈ സജിന ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ രേണുവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ രേണുവിൻ്റെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം. എത്രയും പെട്ടെന്ന് അസുഖം ഭേദമായിട്ട് ലൈഫിലോട്ട് തിരിച്ചു വരട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നേരത്തെ ചെയ്ത് കാര്യങ്ങളൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ആ സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖം രേണുവിന് വരാൻ പാടില്ല, എന്ന് വരണമെന്ന് ആരും ആഗ്രഹിച്ചതുമല്ല. പക്ഷെ രേണുവിന് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോഴും RIP എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട തന്തയില്ലാത്തവന്മാർ അടക്കം ഇവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു നാടാണ് ഈ നാട്. അത് ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ രേണു എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചിട്ട് ജീവിതത്തിലോട്ട് തിരിച്ചു വരട്ടെ. ഇപ്പൊ രേണു മുന്നേ ദുബായ് ബാറുകളിൽ പോയിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടും സജിന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സജിന ഇപ്പൊ ട്രാക്ക് മാറ്റി മറ്റുള്ളവരുടെ തലയിൽ അടിച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും വൈറ്റ് ആവണം എന്നുള്ളൊരു രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഫുള്ള് ബ്ലാക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. കറണ്ട് പോയി. ആ അവസ്ഥയാണ് സജിനയുടെ അവസ്ഥ. എന്തായാലും സജിന നൂർ 40 ലക്ഷമൊക്കെ പൂക്കുറ്റിയുടെ വാങ്ങിച്ചിട്ട് ഇതൊക്കെ എവിടെ കൊണ്ട് കൂട്ടി വെക്കണം? ഡയമണ്ട് ഈ പൂക്കുറ്റി എന്തുവിടെ? ഇത്രയും അതപ്പതിച്ച് ഒരു ഓസ്കാർ കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യന് ഇനി ഈ ലോകത്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. ഉള്ള കാര്യം പറയല്ലോ, നാണക്കേടായിപ്പോയി. അറ്റ്ലീസ്റ്റ് ഓസ്കാർ വാങ്ങിച്ച ഒരു മാന്യതെങ്കിലും കാണിക്കായിരുന്നു. നിങ്ങളുടെ ലെവലും ആ ഒരു ഹൈപ്പും ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള നല്ല വിവരം ബോധമുള്ള ആൾക്കാരുടെ അടുത്ത് പോയാൽ പോരായിരുന്നു. ഇമാതിരി ചീഞ്ഞളഞ്ഞ കേസുകളെടുത്ത് വന്ന് ഇത് എന്ത് പോയത്. ഇനി ദിയാസന ഒന്ന് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് കൊല്ലത്ത് ബന്ധമുണ്ട്, പാലക്കാട് ബന്ധമുണ്ട്. എടേ ഒന്നുമില്ലേ, കല്യാണം കഴിഞ്ഞില്ല, ആ ഭാര്യ സുഖമില്ലാതിരിക്കുകയാണ്, അവർക്കൊരു മനസമാധാനം കൊടുത്തൂടെ. പിന്നെ സജിനെ പറ്റി പറയുകയാണെങ്കിൽ ദിയാസന ഒന്ന് പറയുന്നുണ്ടായിരുന്നു, അങ്ങേരെ ഭാര്യ ചത്താലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കിട്ടേണ്ട കാശ് കിട്ടിയാൽ മതി എന്നുള്ള മൈൻഡിലാണ്. അതങ്ങനെയാണ്. അത് മറ്റുള്ളവരെ ജീവിതവും ജീവനൊന്നും ആർക്കും ഇവിടെ വിലയില്ലല്ലോ. സ്വന്തം പോക്കറ്റ് വീർപ്പിക്കണം, കാശുണ്ടാക്കണം, ബാക്കിയുള്ള ചത്താലും കുഴപ്പമില്ല, ഈ ഒരു മൈൻഡാണ്. സജിന നീ എക്സ്പോസാ, നീ പക്കയായിട്ട് എക്സ്പോസ് ആണ്. അപ്പം നീ ഇപ്പോൾ വീണ് മൂഞ്ചി കിടക്കുന്നുണ്ട്, ബാക്കിയുള്ളവരെയും കൂടിയൊക്കെ വലിച്ചിട്ട് അവരെയൊക്കെ എക്സ്പോസ് ചെയ്തിട്ട് ഞാൻ നന്മവരാകാന്നാണെങ്കിൽ നടക്കൂല. നീ തേഞ്ഞ്, നീ ഓരോ ഇന്റർവ്യൂ കൊടുക്കും തോറും, നീ ഓരോ വാക്കുകൾ സംസാരിക്കും തോറും നീയാണ് മൂഞ്ചി തിരിയുന്നത്, വേറെ ആരുമല്ല. നീ വാ തുറന്നാൽ നീ തീർന്നു. ഇനി നീ ഈ പൂക്കുറ്റിയുടെ 3 കോടി കിട്ടുമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ കുറേയൊക്കെ ആ ഓരോരുത്തന്മാരെന്ന് പലരുമാരെയൊന്നും ഊറ്റിയില്ല, അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ജീവിക്കാൻ നോക്ക്. ഇവിടെ ഒന്ന് വാ തുറന്ന് സോഷ്യൽ മീഡിയയിൽ ഞരങ്ങിക്കണ്ട് പട്ടി ഷോ കാണിക്കാൻ ഇറങ്ങി നീ തേഞ്ഞൊട്ടിയെന്ന് അങ്ങ് കൂട്ടിയാൽ മതി. എനിക്കതേ പറയാനുള്ളൂ. അപ്പം ഇവള് രേണു സുധിയുമായി ബന്ധപ്പെട്ട അടക്കം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതിലോട്ട് പോകാം. പറ സജിനെ പറയടി കുട്ടി. കയറിപ്പോകുന്നത് ദുബായി കയറിപ്പോയിട്ട് അവിടെ ഈ പറഞ്ഞ കൊളാവെന്ന് പറഞ്ഞിട്ട് ചേട്ടാ ശരിക്കും പറഞ്ഞാൽ രേണുസുതിയെ പോലെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. രേണുസുതിയെ പോലെ ഞാൻ ബാറുകളിൽ പോയിരിക്കുക. എനിക്ക് ദുബായ് കൊളാബറേഷൻ എന്ന് പറഞ്ഞു പോയിട്ട് ഞാൻ രേണുസുതിയെ പോലെ ബാറുകളിൽ പോയിരിക്കുകയാണ്. അപ്പൊ രേണുസുതിയെ പോലെ എന്ന് പറയുമ്പോൾ അത് എന്തുവാ, അതെനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് ഇവള് പറഞ്ഞു പോകുന്ന കുറെ കാര്യങ്ങളിലോട്ട് ഇവളുടെ ഫോട്ടോ വെച്ചിട്ട് അവിടെ വിൽപ്പന നടത്തുന്നുണ്ട്, ഇത്ര രൂപയ്ക്ക് എന്നെ കിട്ടും,
അപ്പം അങ്ങനത്തെ ഒരു മൈൻഡിലോട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ രേണു സുധിയെ പോലെ ഞാൻ ബാറുകളിൽ പോയി ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ രേണു സുധിയുമായി റിലേറ്റ് ചെയ്തിട്ട് സജിന പറയുന്ന കുറെ സംഭവങ്ങൾ അവിടെ ബ്ലിങ്ക് അടിക്കുക, മനസ്സിലായ? ബ്ലിങ്ക് അടിക്കുക, എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, നോട്ട് ദ പോയിന്റ്. ഈ ലോകം അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ വിദേശത്ത്. എനിക്ക് ഫ്ലൈറ്റ് ഇരുന്നിട്ടില്ല ഞാൻ ഇന്ന് വരെ. അല്ല പറയട്ടെ, ഞാൻ ആദ്യം അണ്ണാക്കിലോട്ട് ഞാൻ ആദ്യമായിട്ടാണ് വിദേശത്തോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിലോട്ട് പോകുന്നത്. അപ്പൊ അണ്ണൻ അപ്പൊ നേരെ ബാറിലോട്ടാണ് അങ്ങോട്ട് പോയത്. അണ്ണാ നിങ്ങൾ പൊളിയാണ് കേട്ടോ, ആ ഒരു ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി, അടിച്ച് അണ്ണാക്കി കൊടുത്തു. ബാക്കി പറ സജിന മോളെ. കുഞ്ഞു കുഞ്ഞു ബാറിൽ പോയി ഗസ്റ്റ് ആയിട്ട്, മലയാളി ബാറിൽ പോയി ഗസ്റ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർ ഗസ്റ്റ് ആകുമ്പോൾ ഒരു 500 ദർഹം കിട്ടും. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ 500 ദർഹം കിട്ടുമല്ലോ. അയ്യോ, ഗസ്റ്റ് ആയിട്ട് ഇരുന്ന് 500 ദർഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, അപ്പൊ കൊള്ളാം. ബാറിൽ പോയി 500 ദർഹത്തിന് വേണ്ടിയിട്ട് വെറുതെ ഇരുന്നാൽ മതി. പിന്നെ വെറുതെ ഇരുന്നാൽ നിനക്ക് എടുത്ത് തരാം നീ മറ്റേ ആര് പ്രധാനമന്ത്രി അല്ലല്ലേ, പിന്നെ മിണ്ടായി ചുമ്മാ. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ബാറിൽ പോയി വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ 500 ദർഹം കിട്ടും. ഒന്നും അറിയാത്ത ജല്ലുള്ളു വാവ ഇവള് നന്മ വരാം, ഇവള് വരെ പെരിയ നന്മ വരോടെ. ബാക്കി എല്ലാവരും കേട് കിട്ടവർ സൂപ്പർ. പോയി നിൽക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരി പറയും 500 ദർഹം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പൈസ തരത്തില്ല. അത് ഭൂലോകം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ പുള്ളിക്കാരിയിൽ ഞാൻ പോയി എത്തുന്നതും റോഷിനി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിയിൽ എത്തിയിട്ട് ഞാൻ അതിന്റെ കാര്യം പറയാൻ കാരണം പുള്ളിക്കാരിയും ഇതിനകത്തുണ്ട്, ഇതിനകത്തൊരു ഘടകമുണ്ട് ഫിറോസ് ഖാനുമായിട്ടാണ് ബന്ധം. ഫിറോസ് ഖാനുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ തെളിയിക്കാനായിട്ട് സജിന കിടന്ന് പെടാപ്പാട് പെടുന്നത്. സ്വന്തം ബന്ധങ്ങൾ പല വിധങ്ങൾ, എത്ര ബന്ധങ്ങൾ പൊളിഞ്ഞടിഞ്ഞു. ഇല്ല അയൽവാസി ഡയറക്ടർ പ്രൊഡ്യൂസർ അവസാനം ഓസ്കാർഡാ എന്നടാ പണ്ണി വച്ചിരിക്കേ. സജിന നിന്റെയൊക്കെ ലെവല് ഒന്നൊരു തള്ളനേക്കം വേണേ എനിക്ക് ചൊറിയണ കേട്ടാ. നീ പൊക്കിയിട്ടുണ്ട്. ആദ്യം നിന്റെ ചരിത്രങ്ങൾ റോസ് പൊക്കിയത് തെളിവ് സഹിതം കാണിച്ച് നമ്മൾ കണ്ട് തികഞ്ഞിരിക്കുക. ഒരു സമയത്ത് നിന്നെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ആലോചിച്ചിരുന്ന് ലജ്ജിക്കൂ കേരളമേ എന്ന് പറഞ്ഞ് ഞാൻ ഉൾപ്പെടാതിരിക്കുക കേട്ടാ. നിന്നെ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തതിന്റെ ലജ്ജ, ആ ഒരു വിഷമം എനിക്കുണ്ട് നിന്നെ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തല്ലോ എന്ന്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ഫിറോസ് ആയാലും പൂക്കുട്ടി ആയാലും സജിന ആയാലും ദിയാസനായാലും ഞാൻ ആരെയും കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യത്തില്ല. എല്ലാം കണക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എല്ലാം കണക്കാണ്. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെല്ലാവരും ഒറ്റയ്ക്ക് നിന്ന അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന ആൾക്കാർ ചെളിവാരി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഫിറോസ് മാത്രമാണ് മൂഞ്ചിയത്. സ്വന്തം ഭാര്യ വേറെ പലവന്മാരോടെയും പോയിട്ട് ഇങ്ങനെ മൂഞ്ചി ഇരുന്ന് കാണേണ്ട അവസ്ഥ വന്നവനാണ് ഇവിടെ ഫിറോസ്. ഓക്കെ ബാക്കി എല്ലാം ഒക്കെ ഒരുമിച്ചൊക്കെ നിന്നാണ്. ഇപ്പൊ ദിയാസനായാലും സജിനയായാലും എല്ലാം കൂട്ടുകാരൊക്കെ തന്നെയായിരുന്നു. ഇപ്പൊ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ആരെയും കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കത്തില്ല. എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ തീർത്ത് പറയും. ഈ 3 കോടിയുടെ കണക്ക് പോലെ ഞാൻ അറിഞ്ഞ കാര്യം തെളിവ് സഹിതം എൻ്റെ കയ്യിലുള്ള സാധനങ്ങളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാം. അല്ലാത്ത കാര്യങ്ങൾ ഞാൻ കരക്കമ്പി കേട്ട് അയ്യോ അറിയില്ല എന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ. പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സത്യം കാണും. അത്രേ ഉള്ളൂ. അങ്ങനെ പുള്ളിക്കാരിയായിട്ട് അവിടെ ഞാൻ പോന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്റെ പോക്ക് എന്തോ എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഉള്ള കുറച്ച് നല്ല മനുഷ്യർ ആ പുള്ളിക്കാരിയെ വിളിച്ചിട്ട് പറയുന്നു അയ്യോ ഇവിടെ ഇങ്ങനെ ആ കൊച്ചു അബദ്ധവശാത്തിൽ വന്ന് വീണേന്ന് തോന്നുന്നു. കാരണം എന്നെ കാണുമ്പം ഞാൻ ശരിക്കും ഇതിനുള്ള വാർക്കിന് വേണ്ടി വന്ന ആളല്ല എന്നുള്ളത് കാണുമ്പോ അറിയാം. നെറ്റിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടായത് ഞാൻ ഇതിനു വേണ്ടി വന്നതല്ല, ഞാൻ ഇതിനു വേണ്ടി വന്നതല്ല. ഇവള് പറയുന്ന മറ്റേ പരിപാടിക്ക്. അപ്പൊ രേണു സുധിയൊക്കെ ബാറിൽ പോയി ഇരിക്കുന്ന പോലെ എന്ന് പറയുമ്പോൾ രേണു സുധിയൊക്കെ മറ്റേ പരിപാടിക്ക് പോയെന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ സജിന പറഞ്ഞു വെക്കുന്നത്. ഓക്കെ വോട്ടവർ അതവിടെ നിൽക്കട്ടെ. അതിലോട്ടൊക്കെ നമുക്ക് പിന്നെ കാലം വരുന്ന സമയത്ത് വരേണ്ടി വരും. ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സജിന പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിരുന്നപ്പോൾ അവിടെ ഉള്ളവർക്ക് മനസ്സിലായി ഞാൻ മറ്റേ കൊച്ചല്ലെന്ന്. നെറ്റിയിൽ എഴുതി ഒട്ടിച്ച് വെച്ചോണ്ടിരുന്നല്ലേ. എൻ്റെ പൊന്നു മോളെ പതിവ്രത ചമയരുതേ. പോക്കുറ്റി തന്ന 40 ലക്ഷം ഡയമണ്ട് ഇതൊക്കെ അയ്യോ ഹണി ട്രാപ്പാണിത്, പക്ക ഹണി ട്രാപ്പ്. ഊറ്റി മുടിച്ച് 3 കോടി തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകാന്നുള്ള സെറ്റപ്പിലാണ് ഇപ്പം നീ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. പക്ക ഹണി ട്രാപ്പാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് അടക്കം പൂക്കുറ്റിയായിട്ട് കൂടെ ഉണ്ട് കോളിൽ നമ്മൾ ദിയാസനായിട്ടുള്ള സംസാരത്തിൽ കേട്ടതുമാണ്. അപ്പം നിങ്ങളിപ്പോഴും മീറ്റിങ്ങിലാണ്. നടക്കട്ടെ പൂക്കുറ്റി, എൻജോയ് കിട്ടിയ അവസരം മുതലാക്കിക്കോ. എനിക്ക് ഈ ലോകപരിചയം ഒന്നുമില്ല എന്നുള്ളത് അറിയാം. എന്റെ ഫോട്ടോ വെച്ചിട്ട് ചേട്ടാ ഇപ്പോഴും ദുബായിൽ എന്നെ ഇത്ര രൂപയ്ക്ക് വെച്ച് കിട്ടും എന്നുള്ള രീതിയിൽ എന്റെ ഫോട്ടോ വെച്ച് അവിടെ പ്രചരിപ്പിച്ചു തുടങ്ങി. അതെങ്ങനെയാണ്? അത് ഓക്കെ, നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ദുബായിൽ നിങ്ങൾ ഇത്ര രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു തുടങ്ങിയെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഇത്ര രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഈ പൈസ കൊടുത്ത് വരുന്നവന്മാർക്ക് അവന്മാർ പൈസ കൊടുത്ത് മറ്റേ റൂമിലോട്ട് വരുമ്പോൾ നിങ്ങളെ ഫോട്ടോ കാണിച്ചിട്ടാണല്ലോ കച്ചവടം നടത്തിയത്. അപ്പോൾ ആ സ്ഥിതിക്ക് നിങ്ങളെ ഫോട്ടോ കാണിച്ചാണ് കച്ചവടം നടത്തിയെങ്കിൽ ആ പൈസ കൊടുത്ത അവന്മാർ വരുമ്പോൾ അവന്മാർക്ക് നിങ്ങളെ കിട്ടണ്ടേ?
അതല്ലേ അതിൻ്റെ ഒരു ന്യായം അല്ലേ? അതാണ് അതിൻ്റെ ഒരു ശരി അല്ലേ? പൈസയും കഷ്ടപ്പെട്ട് കൊടുത്തിട്ട് ഫോട്ടോ കാണിച്ച് പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരാളുടെ ഫോട്ടോ കാണിച്ച് അവർ കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ അയാളെ കിട്ടുമെന്നല്ലേ അർത്ഥം? എനിക്കറിയത്തില്ല. നമ്മൾ നേരെ നെറിയോടെ കച്ചവടം ചെയ്യണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഉടായ്പ് കാണിച്ചല്ല. ഇവള് ബിസിനസ് ചെയ്യുവാണ്, എന്നെ കൊണ്ടുവച്ചിട്ട് ഇവളാണ് ബിസിനസ് ചെയ്യുന്നത്. എത്ര രൂപയ്ക്ക് എന്നെ കിട്ടുമെന്ന് പറഞ്ഞോണ്ട് ബിഗ് ബോസ് താരമായതുകൊണ്ട് എന്നെ കിട്ടുമെന്നുള്ള രീതി ഇത് ഞാൻ അറിയുന്നത് പോലുമില്ല. പൊട്ടി ഞാൻ അയ്യോടോ ചക്കുടു വാവേ ചുങ്കുടു വാവേ ചുച്ചുടു വാവേ, ഞാനൊന്നുമേ അറിയുന്നില്ല. ഞാൻ വന്ന് പൊട്ടി, ഞാൻ വന്ന് പാവ, എനിക്കൊന്നുമേ തെറിയാത്. എന്നെ അവള് കച്ചവടം പണിട്ട. എനിക്ക് അതെന്തോ ഒരു ഡൗട്ടുണ്ട്. ഒരാളിപ്പം നിന്റെ ഫോട്ടോ വെച്ച് അവിടെ കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് നിന്നെ കിട്ടണം. അപ്പൊ നിന്നെ കിട്ടണമെങ്കിൽ ഒന്നുകിൽ നിന്നെ കിട്ടിക്കാണണം, അല്ലെങ്കിൽ നീ പറയുന്നത് കള്ളമാണ്. അങ്ങനെ ഒരു കച്ചവടം അവിടെ നടന്നിട്ടില്ല. ഓക്കെ, ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഒന്നുകിൽ നിന്നെ കിട്ടണം, അല്ലെങ്കിൽ നീ പറയുന്നത് കള്ളം. ഒന്നുകിൽ നിന്നെ കിട്ടിക്കാണും, അല്ലെങ്കിൽ നീ പറയുന്നത് കള്ളം. ഇതാണ് അതിന്റെ സത്യാവസ്ഥ. ഓക്കെ, നോട്ട് ദ പോയിന്റ്. എനിക്കറിഞ്ഞൂടെ. നമ്മൾ ഷോപ്പ് വിസിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഇതാണ് എനിക്കറിഞ്ഞൂടെ. പോയി അവിടെ ഇരിക്കുക, വരുക, ഒന്നുമില്ല. നമ്മൾ നല്ല ഡ്രസ്സിൽ തന്നെ പോയിരിക്കുന്നത്. നമ്മൾ അവിടെ പോയിട്ട് ഒന്നും ചെയ്യണം, അവിടെ പോയി ഇരുന്നാൽ മതി. അച്ചോടാ, ഗൾഫിൽ പോയി അങ്ങ് ഇരുന്നാ മതി, പിന്നെ കാശ. അയ്യോ എന്ത് പ്രീതിക്കത്താ വല്ലാത്ത മൂഞ്ചൽ ഇത്. മൊത്തം മൂഞ്ചിപ്പോയേ, അതിനകത്ത് മൂഞ്ചിപ്പോയേ. അവർ എല്ലായിടത്തും പോയി ചിലവരൊക്കെ മറ്റേ വൈനൊക്കെ മേടിച്ചോണ്ട് വരും. നമ്മളവിടെ ഒരു കോക്ടെയിൽ പോലെ മറ്റേ ഈ ജ്യൂസ് പോലത്തെ ഒരു സാധനം നമ്മളെ കൊണ്ട് വെക്കും. നമ്മളവിടെ ഇങ്ങനെ ഇരിക്കും. ഞാൻ മറ്റേ മന്ദബുദ്ധികളെ പോലെ അവിടെ ഇരുന്ന് ഇവരും എന്റെ കൂടെ കാണും. അയ്യോ നീ മന്ദബുദ്ധി എന്നൊന്നും പറയല്ലേ. ലോകം കണ്ട ബുദ്ധിമതിയാ നീ. നിന്നെ പോലെ ഒരു ബുദ്ധിമതി വേറെ ഇല്ല. മിണ്ടരുത്, നീ തള്ളരുത്. ഞാനിരുന്നു. ഓക്കെ, ഇതാണ് എന്റെ അവിടുത്തെ ഇത്. അത് കഴിഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ എന്റെ പേര് ഇങ്ങനെ അതാവെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരിയെ വിളിച്ച് എന്റെ കുറച്ച് ഫ്രണ്ട്സുകൾ, അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സുകൾ പറഞ്ഞു, ഈ കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ, അവളൊരു പൊട്ടിപ്പെണ്ണ, ഇനി നെക്സ്റ്റ് ചിലപ്പോൾ ഇവളെ കൈവിട്ട് പോകും. അതായത് ഭയങ്കര ഇല്ലീഗൽ ആയിട്ടുള്ള നടക്കുന്ന സ്ഥലത്തല്ലേ എന്നെ കൊണ്ടുപോകാം. ഓപ്പോ പിന്നെ വേറെ ലെവല്. ഇല്ലീഗലായിട്ട് നടക്കുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോവുക. ഒന്നും അറിയത്തില്ല. നീ പൊട്ടിപ്പെണ്ണ്, നിന്നെ കണ്ണടച്ചായിരിക്കും ഇവിടെ നിന്ന് ഫ്ലൈറ്റും കയറ്റി കൊണ്ടുപോയി. നീ ഒന്ന് തള്ള അഞ്ചു പോ. നീ അങ്ങനെ മോശമായിട്ട് പോയെന്ന് ദുബായ് കേസിൽ ഞാൻ പറയുന്നില്ല, എൻ്റെ തെളിവൊന്നുമില്ല. പക്ഷേ ഫിറോസ് ഖാൻ വന്ന് പറഞ്ഞ കാര്യങ്ങളിൽ പക്കാ വിത്ത് എവിഡൻസ് അയൽവാസിയോടെയും പറയുന്ന ഡയറക്ടറോടെയും പ്രൊഡ്യൂസറിനോടെ അവസാനം ഓസ്കാർ കുട്ടിയോടെ ഒക്കെ പോയത് വിത്ത് എവിഡൻസാണ് സംസാരിക്കുന്നത്. കേട്ടാ, അതുകൊണ്ട് മിണ്ടരുത്. വായ തുറന്നാൽ മടൽ വെട്ടിയടിക്കും ഞാൻ. ഓക്കെ, ഇനി ഫിറോസ് ഖാൻ അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഇവർ 3 പേർക്ക് ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റിലാണ് ആഫ്റ്റർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ നടക്കുന്നത്. ലഹരിയോ മരുന്നുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്, അതിൻ്റെയും വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. കാരണം ഇവർ നമുക്ക് നാളെ ലീഗലായിട്ട് പോകുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഡിജിറ്റൽ തെളിവാണ്. ചുമ്മാതെ വായിത്തു വന്ന് വിളിച്ചു പറയല്ല. ഇവരൊക്കെ ഈ പറഞ്ഞ കണക്ക് ലക്ഷ്മി കൊണ്ടുനടന്ന സജനയ്ക്ക് ഒരു പുതിയ ലോകം എന്താണെന്നുള്ളത്, ലഹരി ലോകം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളെ എന്തൊക്കെ ചെയ്യിപ്പിക്കാമോ അതെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ അബുദാബിയിൽ ഒരു ലേഡിയുമായിട്ട് പേര് പെട്ടെന്ന് പറഞ്ഞു, ആ ലേഡിയുമായിട്ട് സജന പോകുന്നു. കേട്ടല്ലോ, യുവർ എക്സ് ഹസ്ബൻഡ് വിത്ത് എവിഡൻസ് കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ഇതിനൊന്ന് ഉത്തരം കൊടു. പെണ്ണെ ആൻറ്റി സജിന് ഒന്ന് ഉത്തരം കൊടു കേട്ടാ. ഡ്രഗ് പാർട്ടിയും അതും ഇതും എല്ലാം നടന്നു നിങ്ങളെല്ലാവരും കൂടിയെന്നാണ് ഫിറോസ് പറയുന്നത്. അപ്പം ഇതിന് ആദ്യം മറുപടി കൊടുത്തിട്ട് വന്നിരുന്ന് കൊണയടിക്ക്. ബാക്കിയുള്ളവരെല്ലാം മോശം, നീ കെങ്കേമം, കിടിലം കിടിലം. നേരെ തിരിച്ച് എന്തെങ്കിലും പ്രതികരിക്കുന്ന സാധനം പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ പ്രതികരിക്കും. പക്ഷെ അങ്ങനത്തെ എന്നെ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. ദൈവം സത്യം. ഇനി പറയും ഞാൻ അങ്ങനെ പോയി പേഴ്സൺ പറയും. എന്റെ മക്കൾ സത്യം, എന്റെ മോൻ സത്യം, മോള് സത്യം. എന്റെ പൊന്നുമോളെ, നീ ഈ മക്കളെ കൊണ്ടൊന്നും സത്യം ഇടാതെ. നാട്ടുകാർക്ക് മനസ്സിലായി നീ എക്സ്പോസ്ഡാ. ഇനി ആ പിള്ളേരെ കൊണ്ട് പിള്ളേരെ കൊണ്ട് സത്യം ഇടാതെ, അതിനൊന്നും വരുത്തി വെക്കാതെ. കൊച്ചു പിള്ളേര് ഒരിക്കലും ഒരുത്തന്നെ എന്നെ തൊടാനോ വൃത്തിയുടെ രീതിയിലൊന്നും വന്നില്ല. പക്ഷെ ആ സിറ്റുവേഷനിലോട്ട് ആയി വരുമായിരുന്നു. എന്നെ വെച്ചിട്ട് ബിസിനസ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അവിടെ. നമ്മൾ ആ സിറ്റുവേഷനിലോട്ട് ഇങ്ങനെ ആയി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ ബിസിനസ് ചെയ്യാൻ കൊണ്ടുപോയതാണ് തള്ളി. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഓടി. ഇതറിഞ്ഞ് പുള്ളിക്കാരിയുടെ പൈസ എടുത്ത് പുള്ളിക്കാരി അവിടെ ഓടി എത്തി തന്നെ. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ എനിക്ക് അവരെയും കൂടി ഇപ്പൊ ഇതിനകത്ത് പിടിച്ചിട്ടിരിക്കും കേട്ടാ. അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പിഴച്ചവളായിട്ട് തീർച്ചയാണ്. അല്ലെങ്കിൽ ഞാൻ വെറും മറ്റേ നമ്മള് അവരില്ലാതെ ഞാനില്ലെങ്കിൽ വർണ്ണം പാട്ട് ഓർമ്മ. എന്തായാലും പറ, നീ പഴിച്ചു പോയതെന്നാ. എങ്ങനെ ജീവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ. ചിലപ്പോൾ എനിക്കറിയത്തില്ല എന്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയത്തില്ല. കാരണം അറിയാൻ മേലാത്ത ലോകത്ത് പോയി എന്താ പെട്ടുപോകുന്ന സംഭവങ്ങളാണ് ചില പെണ്ണുങ്ങൾ പോയി പെട്ടുപോകുന്ന പറയുന്നത്. പെട്ടുപോയാണ് ഞാൻ. അവിടുന്ന് എന്നെ ഈ പുള്ളിക്കാരി വന്നിട്ട് ഈ പുള്ളിക്കാരി വിളിച്ച് പുള്ളിക്കാരുടെ അടുത്ത് റസൂൽക്കാരത്തൊക്കെ വിളിച്ച് പറയുന്നു, ഇവരെല്ലാരും കൂടെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് അവിടുന്ന് കൊണ്ടുവരുന്നത്. അതാണ് റസൂൽ പൂക്കുട്ടി അച്ഛനായതും അളിയനായതും കുഞ്ഞമ്മയുടെ മോനൊക്കെ ആയതല്ലേ. മനസ്സിലായി. അച്ഛനാണെന്ന് പറഞ്ഞിട്ട് ഗർഭം ഉണ്ടായി കൊടുത്തിരിക്കുന്നു. കള്ള ഹിമാർ.
സുൽക്കുട്ടി ഉൾപ്പെടെയാണ് ഇവിടുന്ന് കൊണ്ടുവരുന്നത്. എനിക്ക് ആ സമയത്ത് അയാളുമായിട്ട് അഫെയർ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ദുബായി പോയി കിടക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനത്തെ ഒരു അഫെയറിൽ ഞാൻ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ ഇങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് ഗുരുവിൽ പോയി വീഴേണ്ട ആവശ്യമില്ല. എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലോ. പിന്നെ ആ സമയത്തില്ലല്ലേ, ഈ സമയത്തുണ്ടല്ലോ 40 ലക്ഷം ഡയമണ്ട് എന്നടാ പണി വെച്ചിറക്ക്. ഞാൻ ഈ ഒരു കേസിൽ ഞാൻ ഫിറോസിനെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. കാരണം അവൻ്റെ ലൈഫിൽ നിന്നും കൊണ്ട് ഒരു ആണും ഒരിക്കലും ഫേസ് ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റാത്തൊരു മൈൻഡ് സെറ്റ്, ഒരു മാനസികാവസ്ഥയിൽ അവനെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ. ഓക്കെ, അത് ചെറുതല്ല, ഒരിക്കലും ചെറുതല്ല. പൂക്കുട്ടിയുടെ വീട്ടിലടക്കം പോയി കാല് പിടിക്കുന്ന ഫിറോസിനെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫിറോസ് വോട്ടവർ തെറ്റുകാരനായിരിക്കും, പല പെണ്ണുങ്ങളോടെ പോയിട്ടുണ്ടായിരിക്കും, എന്തൊക്കെ ആയാലും അവൻ ന്യായീകരിക്കുകയല്ല, അവൻ ശരിയാണെന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് നിനക്ക് വേണ്ടിയിട്ട്, സജിനയ്ക്ക് വേണ്ടിയിട്ട് റസൂൽ പൂക്കുട്ടിയുടെ വീട്ടിൽ പോകുന്നു, അതെല്ലാം വീഡിയോ സഹിതം ഡിജിറ്റൽ എവിഡൻസ് ആണ് വിത്ത് നമ്മൾ കണ്ടത്. അപ്പോൾ എത്രത്തോളം ഫിറോസ് നിന്റെ കാര്യത്തിൽ മാനസികമായിട്ട് തളർന്നിട്ടുണ്ടെന്ന് ആ വീഡിയോസ് കാണുമ്പോഴും, ഫിറോസിൻ്റെ ഒരു 3-4 വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഫിറോസ് തെറ്റായിരിക്കാം, ആദ്യ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ആ പെണ്ണുമ്പളെ ദ്രോഹിച്ചത് എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി നല്ലവനാണെന്നല്ല ഞാൻ വാദിക്കുന്നത്. പക്ഷെ നിന്റെ കാര്യത്തിൽ നീ അങ്ങേര് എത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് കാര്യം അറിയാം, കറക്റ്റായിട്ട്. ഓക്കെ, നീ ഒരു വീഡിയോയിൽ തന്നെ ഇരുന്ന് ഒപ്പിടുന്ന വീഡിയോ ഒക്കെ ഉണ്ട് ഫിറോസിനൊക്കെ, എനിക്കാണ് വേണ്ട ഓടാൻ മുല്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന സംഭവമൊക്കെ. ഓക്കെ, അതൊക്കെ കാണുമ്പോൾ വിഷമമുണ്ട് കേട്ടാ ഒരുത്തനെ. അവൻ്റെ അവസ്ഥ, ഫിറോസ് എങ്ങനെയാണ് ഇതൊക്കെ സഹിച്ചു? ഞാൻ ഉള്ള കാര്യം ചോദിക്കാം. ഞാനൊക്കെ ആണെങ്കിൽ അയാളോട്ടില്ല. അപ്പൊ അവിടുന്ന് എന്നെ നേരെ കൊണ്ടുവന്നിട്ട് ഇവരെല്ലാം കൂടെ, കാരണം ഈ സാധനം ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ എന്തിനാണ് ഇവർക്കൊക്കെ വെപ്രാളമായിരുന്നു അവിടെ നടക്കുന്നവർ. എന്നെ പ്ലാൻ ചെയ്ത് വലിയ പ്ലാൻ ചെയ്ത് ഇവിടെ അങ്ങനെ കൊണ്ടുവരണം. ഇതിനകത്ത് കാരണം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എന്നെ കുരുക്കി കളയും. കുരുക്കാനുള്ള കുറെ കാര്യങ്ങൾ, എന്റെ പേരിൽ തന്നെ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള ഇൻഷുറൻസിന്റെ സാധനങ്ങൾ എന്തൊക്കെയോ ചേർത്ത് വെക്കുന്നു. ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസിന്റെ പൈസ, പിന്നെ ഞാൻ അത് ഇൻഷുറൻസിന്റെ പൈസ ഇട്ടിട്ട് എന്നെ അങ്ങ് ജയിലിലാക്കാൻ പറ്റുന്ന എന്തൊക്കെയോ എനിക്കറിയത്തില്ല കേട്ടോ, എന്തൊക്കെയോ രീതിയിൽ എന്നെ പുള്ളിക്കാരിയായിരുന്നു. അവിടുത്തെ ഏറ്റവും നമ്പർ 1 മറ്റേ നമ്മളുടെ ഗോൾഡ് മാഫിയ, അങ്ങനത്തെ കുറച്ച് മാഫിയ ടീമാണ് ഇവര്. എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പോയി വീണതെന്നുള്ളത്. ഗോൾഡ് മാഫിയ ടീം കാര്യങ്ങളെ കുറെ കണക്ഷൻസ് ഇവിടെ കൂടിയൊക്കെ കണക്ട് ആവുന്നുണ്ടല്ലേ? ഡൗട്ട്ഫുൾ ആണ്. ഓക്കെ, ബാക്കി സജിനയുടെ കയ്യിൽ ഇവർ ഗോൾഡ് വല്ലതും തിരിച്ചു ഇല്ല, തിരിച്ചു വരുന്ന ഒരു സാധനം ഇല്ലല്ലോ. എന്നെ ഇവരാണല്ലോ കൊണ്ടുവരുന്നത്. കാരണം ഇവിടുന്ന് ആ ഗ്യാപ്പിൽ നിന്ന് നമ്മൾ വേറൊരു ഗ്യാങ്ങിലോട്ട് കൊണ്ടുവന്ന് അവര് വന്നിട്ട് ഈ പുള്ളിക്കാരി എന്നെ അവിടെ കുടുങ്ങി എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷമാണോ മനസ്സിലായി? അല്ലല്ല, ഞാൻ അവിടെ നിന്നപ്പോ തന്നെ പുള്ളിക്കാരി എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ കുറച്ച് ഇപ്പൊ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒരു സെക്കൻഡ്, നമ്മുടെ റിഫ മെഹനാസില്ലേ, റിഫ മരണപ്പെട്ടു പോയ റിഫ കേസ്, ആ റിഫയുമായി ബന്ധപ്പെട്ടും ഈ ഒരു സ്മഗ്ലിങ്ങിൻ്റെ കേസുമായി ബന്ധപ്പെട്ടും ചില റൂമേഴ്സൊക്കെ ഇപ്പോൾ പരന്നു തുടങ്ങിയിട്ടുണ്ട്. റിഫ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇതുവരെ ആ മരണവുമായി ബന്ധപ്പെട്ട് നീതി ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൂടിയൊക്കെ കറങ്ങുന്നുണ്ട്. ആ കുട്ടിയെ തീർത്തതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൂടിയൊക്കെ ഇപ്പോൾ കറങ്ങുന്നുണ്ട്. നമുക്ക് അതിലോട്ടൊക്കെ വരാം, കാലം തെളിയിക്കും. ഇവിടെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ സജിന വന്നിരുന്ന അവൾ പെർഫെക്റ്റ് ആയിട്ട് ബാക്കിയെല്ലാം വിളിച്ച് പറയുമ്പോൾ എന്തോ ഇവിടെയോ ചീഞ്ഞ് നാർന്നു പറയടി കൊച്ചെ. ഇത് ശരിയാവത്തില്ല, ഇവിടുന്ന് വന്നോ, നീ പെട്ടെന്ന് വന്നോ എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ വിളിച്ചിട്ട് അങ്ങനെയാണ് പുള്ളിക്കാരൻ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് റസൂൽക്ക വിളിച്ച് എന്നെ സംസാരിക്കുന്നത്. നമ്മളെ വേറെ ഒന്നും വേണ്ട, ടെൻഷൻ ഒന്നും അടിക്കണം, ഞങ്ങൾ എല്ലാവരും ഉണ്ട്, നീ പോയി വീണേക്കുന്ന വലിയൊരു സംഭവത്തിൽ ഇവിടെ വന്നിട്ട് നമുക്ക് പറയാം എന്ന് പറഞ്ഞ് ഇവരെ പേടിപ്പിക്കുക എല്ലാവരും കൂടെ. ലാസ്റ്റ് ഞാൻ അവിടുന്ന് എനിക്കും എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതാ ഞാൻ പേടിച്ച് ഞാൻ അവിടുന്ന് അവരെല്ലാവരും കൂടെ എന്നെ ചേർത്ത് കെട്ടി പാവ ആ പിള്ളേരെല്ലാവരും കൂടെ ആയിട്ട് അവിടെ നല്ല കുറെ മനുഷ്യരും കൂടെ ചേർന്നിട്ട് എന്നെ നാട്ടിൽ കൊണ്ടുവരുന്നത്. നാട്ടിൽ കൊണ്ടുവന്നിട്ടാണ് എന്നെ ഇരുന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് നിന്റെ ഫോട്ടോ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നുണ്ട്, നിന്നെ ഇങ്ങനെ വെച്ചിട്ട് ആൾക്കാരെ വെച്ചിട്ട് നിന്നെ ഇങ്ങനെ അടുത്ത നിന്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും കലക്കി തന്നിട്ട് എന്തെങ്കിലും ചെയ്ത് തന്നിട്ട് പിന്നെ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള. ഫിറോസ് ഖാൻ അറിഞ്ഞോന്ന് എനിക്കറിയില്ല, അറിഞ്ഞാണായിരിക്കും. ഫിറോസ് അറിഞ്ഞോന്ന് എനിക്കറിയത്തില്ല, ഞാൻ എന്റെ തോന്നിയാസത്തിനല്ലേ പോകുന്നത്. മടല് വെട്ടി അടിക്കണം, നിന്നെയൊക്കെ തെങ്ങ് വെട്ടി അടിക്കണം. പിന്നീട് പുള്ളിയുടെ ഭാഗത്തു നിന്ന് അതേക്കുറിച്ച് വല്ല പരാമർശം ഉണ്ടായിരുന്നു? ഇല്ല, കാരണം വെച്ചാൽ പുള്ളിയായിട്ട് ഞാനുമായിട്ട് സംസാരങ്ങളൊന്നും ഇല്ലല്ലോ. അതെ, പുള്ളിയായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നമുക്കിനി എങ്ങനെയാണ് അഴിഞ്ഞാടി കിടക്കാം, വിഷയമേ ഇല്ല. പുള്ളി നമ്മൾ ആദ്യമേ തട്ടി എറിഞ്ഞു. ഞാൻ കാരണമാണ് എനിക്ക് തോന്നുന്നില്ല അവരധികം പറ്റാതെ ആയത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ തട്ടി എടുത്തെറിഞ്ഞു. ഞാൻ നല്ലതാ നല്ലൊരു കെയറിങ്, അതായത് നമ്മൾ പോയ ഒരു വൃത്തികെട്ട കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു വ്യക്തിയാണ്. കാരണം അതിനുവേണ്ടി പൈസ ചെലവാക്കി ഒരു കുഴിയിൽ നിന്ന് തന്നെ വേണം പറയാം, അത്രയും വലിയൊരു കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന. പിന്നെ എന്റെ മെന്റൽ സപ്പോർട്ടിംഗ് ആയിട്ടൊക്കെ ഇവർ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടായിരിക്കും 3 കോടി പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഹണി ട്രാപ്പ് ചെയ്തോണ്ടിരിക്കുന്ന. നല്ലത്, കുഴിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കയറ്റിയുണ്ട്. തുമ്മൽ പറഞ്ഞു ആരോ പ്രാവുന്നു, മിക്കവാറും സജിന തന്നെ ആയിരിക്കും. പ്രാവാത നീ പറഞ്ഞ ഇടയെ തുമ്മിക്കോളാം വരെയാണെങ്കിൽ. ഫ്രണ്ട്സ് ആയി ഞങ്ങൾ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ എന്ത് വന്നാലും ഞാൻ അങ്ങോട്ട് പറയും എങ്ങനെയാണ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എനിക്ക്, അതായത് ചേട്ടാ ഞാൻ അതിനുശേഷം 1 വർഷം വർക്കില്ലാതെ ഇരുന്നിട്ടുണ്ട്.
എന്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എന്റെ കാര്യങ്ങൾ, എന്റെ വീട്ടു ചെലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ് കാരണം ഒരു എന്റെ അച്ഛനാണ് പൂക്കുട്ടി. ഒരു പടുക്കുഴിയിൽ പോയി വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി വെണ്ടിച്ചിട്ട് വന്നതിന്റെ ശിക്ഷയാണ് ഇപ്പൊ വന്നത് പുള്ളിക്കാരന്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു തിക് ഫ്രണ്ട്സ് ആയി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്റെ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ദൈവമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അത്രയും എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ചു തന്ന ഒരു വലിയൊരു മനുഷ്യൻ. എല്ലാരും രണ്ടും എണീറ്റ് നിൽക്കാറ്. പിന്നെ വഴക്കുകൾ ഉണ്ടാവാം, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയാലും നമ്മൾ തമ്മിൽ നേരത്തെ കണക്ക് ഫ്രണ്ട്സ് ആയാലും എന്തുണ്ടെങ്കിലും തള്ളാതെ ഫ്രണ്ട്സ് 40 ലക്ഷത്തിന്റെ കണക്കൊക്കെ കേട്ടപ്പോ നിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ആഴം എനിക്ക് മനസ്സിലായി പൊന്നെ. കാര്യം വന്ന് പറയണ്ടേ, അല്ലെ ഞാൻ വന്ന് പറയണ്ടേ? ഇത് തികച്ചും ഞങ്ങളുടെ പേഴ്സണൽ കാര്യം എടുത്തത് ഇവരല്ലേ ഇട്ടത്. എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വീഡിയോ വോയിസ് റെക്കോർഡ് അല്ല. ഇതൊന്നും അല്ല, ഒരു വീഡിയോ പോലെ അല്ല. അത് നമ്മൾ കേട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇതിലിപ്പോ ഇവള് രേണു സുധീർ ഒരു കേസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് പലരും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ രേണു സുധീര കേസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് അതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി മിണ്ടാത്തത്. അപ്പോൾ ഇവള് രേണു സുധിയെയും ദിയാസനെയൊക്കെ പിടിച്ചിട്ട് അകത്തിട്ട്, അല്ലെങ്കിൽ വേറെ ഏതൊരു പെണ്ണിനെയൊക്കെ പിടിച്ച് അകത്തിട്ടിട്ട് ഇവളങ്ങ് സേഫ് ആവാൻ നോക്കുകയാണ്. ഇപ്പോൾ രേണു സുധീര കേസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഇവളെ അവിടെ കൊണ്ടിരുത്തിയിട്ട് 500 ദിർഹം തരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുത്തിയിട്ട് എന്നിട്ട് മറ്റേ പരിപാടിക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ രേണുവിൻ്റെ കേസിലോട്ട് ഞാൻ സംസാരിക്കാത്തതിൻ്റെ റീസൺ രേണുവിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ തന്നെയാണ്. ഓക്കെ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാൻ അയച്ചു തന്നിട്ട് അത് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ചവിട്ടി നിർത്തിക്കുന്നത്. ഇപ്പോൾ അത്രയും ഒരു പോസിറ്റീവ് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അത് എനിക്ക് താല്പര്യമില്ല. ഞാൻ അതുകൊണ്ടാണ് അതൊന്നും സംസാരിക്കാൻ നിൽക്കാത്ത. എന്ന് പറഞ്ഞ് പണ്ട് രേണു ചെയ്തതെല്ലാം ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എനിക്ക് അതിലൊന്നും 0 റിഗ്രറ്റ് ഫീല് തന്നെയാണ്. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുകയും ശരി കണ്ടാൽ ശരിയെന്ന് പറയുകയാണ് എൻ്റെ ചാനലുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ നിലപാടുകൾ. അപ്പോൾ എനിക്കത് വ്യക്തമായിട്ട് നിങ്ങളടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഇപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് പേഴ്സണലിലേക്ക് മെസ്സേജ് അതിൽ നീ അപ്പോൾ രേണു ചെയ്ത പഴയ കാര്യങ്ങളെല്ലാം നീ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതെല്ലാം കുഴപ്പമില്ല ഇനി അങ്ങനെ ആയിക്കോട്ടെ എന്നാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഒരു അത് പറയത്തുമില്ല. ഓക്കെ, ചെയ്തതെല്ലാം തെറ്റ് തന്നെയാണ്. അങ്ങനെ ഉള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതൊന്നും എനിക്ക് യോജിപ്പില്ല. പിന്നെ ഉടായ്പകൾ കാണിക്കുന്നത് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഇപ്പം രേണുവിൻ്റെ സിറ്റുവേഷൻ, ആ ഒരു പോസിറ്റീവ് സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാത്തത്. എത്രയും പെട്ടെന്ന് ലൈഫിലോട്ട് തിരിച്ചു വരട്ടെ, ട്രീറ്റ്മെൻ്റ് എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. പക്ഷെ രേണുവിനെ ഇതിൻ്റെ ഇടയിൽ പിടിച്ചിട്ട സജിന നൂറിൻ്റെ ഉദ്ദേശം എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഈ ഒരു സമയത്ത് രേണുവിനെ മുൻനിർത്തി സംസാരിച്ചുകൊണ്ട് തന്നെ വെളുപ്പിച്ചുകൊണ്ട് രേണുവിനെ എടുത്ത് ഇതിൻ്റെ ഇടയിൽ അടിച്ചതിൻ്റെ ഉദ്ദേശം എനിക്ക് പിടികിട്ടുന്നില്ല. സജിന, എന്തിനാണ് നീ ഇതിൻ്റെ ഇടയിൽ രേണുവിനെ വലിച്ചിട്ട് വേറെ ആരുടെയും പേര് പറയാണ്ട്, വേറെ ആരെയും വലിച്ചിടാണ്ട്, വലിച്ചിടാണ്ട് രേണുവിനെ നീ എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ വലിച്ചിട്ട് ഈ ഒരു ഇപ്പോൾ സംസാരിച്ചതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. അതിനൊരു ക്ലാരിറ്റി ഇട്ടിരുന്നേ കൊള്ളായിരുന്നു. ഓക്കെ, എന്തായാലും കൊള്ളാം. സജിന നൂർ, നീ കിടന്ന് വിരവി മെഴുകുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട്. 40 ലക്ഷം ഡയമണ്ട് എനിക്കും ആരെങ്കിലും വല്ലതും താഴെ എന്നെ അണി ട്രാപ്പ് ചെയ്യാതെ ഞാൻ ആരെങ്കിലും അണി ട്രാപ്പ് ചെയ്യട്ടാണ്. എന്തൊക്കെയാണ് എങ്ങനെയെങ്കിലും ചുമ്മാ ഇരുന്നും കൊണ്ട് പണം ഉണ്ടാക്കുന്ന വഴി. 40 ലക്ഷം ഓസ്കാർ കുറ്റിയിൽ ഇത്രയും കോടിക്കണക്കിനുള്ളതെല്ലാം കൂടി വാരി കണ്ടവളുമാർക്ക് കൊടുത്ത് ചെലവിന് കൊടുത്തോണ്ടിരിക്കുന്നു. കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടിയാ. പുതിയൊരു വീഡിയോ ഇടണം. ഭായ്. ദുബായിൽ എന്താ നടന്നത്? സത്യത്തിൽ ഞാൻ ഇറങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ അന്വേഷിക്കാം, ഒന്ന് നോക്കട്ടെ. അപ്പം ശരി, ബൈ.